വാ വീട്ടിൽ പോ. എഴുന്നേക്ക് വാ. എടാ ഞാൻ പറഞ്ഞു വേണം. ആ വണ്ടി കയറിയോ? കാൽ കാൽ എവിടെ എടാ കയറിയ ഓ ആ നിർത്തിക്കോ. ആൻ്റണി വാ ഇറങ്ങി വീടെത്തി പിടിക്കണം. നീക്കി കിടത്തി നീക്കി. ഇങ്ങനെ വീട്ടിലാക്കില്ലേ? എൻ്റെ അതിലെ പ്രശ്നം കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. അമ്മ പറയുന്നത് കേൾക്കാനും അമ്മയുടെ മറുപടി പറയാനും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ എന്തായാലും വിഷമിക്കണ്ട കേട്ടോ. നിൻ്റെ കാര്യം നടത്തിയിട്ട് ഞാൻ പോവുള്ളൂ. ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ്. സാറയ്ക്ക് അത് ഇന്ന് തന്നെ അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം ഒരു 1 വീക്ക് ടൈമുണ്ട്. തനിക്കിതൊന്നും കൂടി ആലോചിക്കാനുള്ള സമയമാണ്. അത് കഴിഞ്ഞാൽ മെൻസ്ട്രുവൽ സൈക്കിൾസ് കട്ട് ചെയ്യാനായിട്ടുള്ള ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് തുടങ്ങാം. അതിനു മുമ്പ് ബോഡിയിലെ റിയാക്ഷൻസ് അറിയാനായിട്ട് കുറച്ച് ടെസ്റ്റുകളുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഓരോ ഓർഗൻസായിട്ട് റീഅസൈൻ ചെയ്യണം. വേണേൽ സർജറി കഴിഞ്ഞും ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യാം. ബിക്കോസ് ഇറ്റ്സ് എ ലോങ് പ്രോസസ്. ബട്ട് വൺസ് സർജറി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ സാറയ്ക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. പഴയതുപോലെ പെണ്ണാവാൻ സാധിക്കില്ലെന്നർത്ഥം. I know, doctor. എനിവേ ഇറ്റ്സ് അപ് ടു യു. I have my reasons. സാറ ഒരു മിനിറ്റ് ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യാമോ? ആൻ്റണി, ഇതൊരു ചെറിയ കാര്യമല്ല. സാറ ടോട്ടലി മാറാൻ തുടങ്ങുമ്പോൾ അവൾ എങ്ങനെയൊക്കെയാണ് റിയാക്ട് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് കെൻ കോസ് സം സീരിയസ് ഹെൽത്ത് ഇഷ്യൂ ബോത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി.